ഈശോയ്ക്ക് അമ്മ മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് ബിൻസി. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ വരാനിടയായത് 2023 നവംബർ 7-ാം തീയതിയാണ് യൂട്യൂബിൽ ആദ്യമായിട്ട് ധ്യാനം കാണുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃപാസനത്തെ പറ്റി. അപ്പോൾ ഞാൻ വരുന്ന സാഹചര്യത്തിൽ ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടുകയും സാമ്പത്തികമായിട്ടൊക്കെ ഞെരുക്കം കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ യൂട്യൂബിൽ ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥന കണ്ടായിരുന്നു ഇവിടുത്തെ തന്നെ. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം കൊല്ലം ആയിരുന്നതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് ഒരു കുടുംബോഹരി ഉണ്ടായിരുന്നു ഞങ്ങളുടെ പപ്പാടെ. അതിനോട് ചേർന്ന് ഞങ്ങളുടെ സ്ഥലം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം ഞങ്ങളറിയാതെ തന്നെ അവർ പ്രമാണം എഴുതിയ സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് എഴുതി. അപ്പോൾ ഞങ്ങളുടെ അറിവില്ലാതെ ആ ഒരു സ്ഥലം അവരെഴുതി എടുക്കാനും ചെയ്തിരുന്നത്. ഞങ്ങളുടെ സ്ഥലം നഷ്ടപ്പെടുന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കേസൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒന്നും ഞങ്ങൾക്ക് തിരിച്ചെഴുതി കിട്ടുമോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച സമയത്ത് ഇങ്ങനെ ഒരു കാര്യം മാതാവിനോട് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിരുന്നില്ല. അപ്പോൾ ഒരു 15 ദിവസത്തിനകത്ത് എനിക്ക് ചെയ്തു തരണേ എന്നിങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ മാതാവ് ആ പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ അനിയൻ ചിറ്റപ്പൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ എഴുതിയത് തിരിച്ച് എഴുതി തരാം, അതിന് എന്ത് ചിലവാണോ വരുന്നത് അതവർ ചെയ്തു തരാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചെഴുതി കിട്ടി. പിന്നെ അതുപോലെ തന്നെ ആ സ്ഥലം വിൽക്കാനായിട്ട് ഒരു 20 വർഷത്തോളമായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലായിരുന്നു. അവർ ഒരു കുടുംബോഹരി ആകുമ്പോൾ കുറച്ച് 5, 6, 7 പേരോളം അതിൽ അവകാശികളുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥലം അതിനോട് ചേർന്നാണ് കിടക്കുന്നത്. വഴിയില്ലാത്തത് കൊണ്ട് ഇത് വിൽക്കാനും പറ്റത്തില്ല സെപ്പറേറ്റായിട്ട്. ഒരാൾ ഒന്നിച്ച് വരുമ്പോൾ അടുത്ത ആൾ എതിർപ്പ് പറയും. അങ്ങനെ ഇത് നീണ്ടു പോവുകയായിരുന്നു. അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊന്നും ഇന്ന് സ്ഥലമൊന്നും വിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിന് ശേഷം ഒരു 2024 ജനുവരി 7-ാം തീയതി ഇവിടെ വന്നു. ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു ആരോഗ്യപരമായിട്ടുമൊക്കെ. വയ്യ, മൈഗ്രെയിനൊക്കെ ആയിട്ട് വന്നിട്ട് ഞാനിവിടെ നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിവിടെ വരുന്ന സമയത്ത് ഞാനിവിടെ ആദ്യം ആ എൻക്വയറി കൗണ്ടറിൽ പോയിട്ട് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ഉള്ളത്, എനിക്ക് ഉടമ്പടി എടുക്കണമായിരുന്നു. പക്ഷേ അന്ന് സമയം കഴിഞ്ഞതുകൊണ്ട് ഉടമ്പടി എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു, മാതാവിനെ ഉടമ്പടി എടുത്തിട്ടാണ് എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്. മാതാവ് എല്ലായിടത്തേക്കും വരുന്ന സഞ്ചാരി മാതാവാണ്, എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കൂടെ വന്ന് സഹായിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു വിശ്വാസം ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാത്തറ ഞാൻ ആകെ തകർന്നു പോയി. വേറൊരു മാർഗ്ഗമില്ല. ഇത്രയേറെ കടങ്ങളായി. സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടൊക്കെ വേറൊരു സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ വീട് വെക്കാനും പറ്റുന്നില്ല. സാമ്പത്തിക ബാധ്യതയൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങ് കരഞ്ഞു. വേറെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല, ഞങ്ങൾക്ക് ഈശോയും മാതാവും അല്ലാതെ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, എന്നിരുന്നാലും എൻ്റെ കൂടെ വരാൻ മാതാവിന് മനസ്സുണ്ടെങ്കിൽ കൂടെ വരണം, വേറെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി, മാതാവിനെയും വിളിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയി. വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ആകെ വയ്യ. ഞാൻ മൈഗ്രെയിൻ്റെ പ്രശ്നം കാരണം ഛർദിലും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടി. BP ഒക്കെ ലോ ആയിട്ട് ഞാൻ കിടക്കുമായിരുന്നു. അപ്പോൾ വീട്ടുകാർ എന്നെ ആകെ സങ്കടപ്പെട്ടു. ഞാൻ ഇങ്ങനൊരു ആവശ്യത്തിന് വന്നിട്ട് ഇങ്ങനൊരു അവസ്ഥയിൽ വന്നു കണ്ടപ്പോഴത്തേനും. അപ്പോൾ എൻ്റെ കുഞ്ഞ് പറഞ്ഞു, ഞമ്മ കരയില്ലേ, അമ്മയുടെ കൂടെ മാതാവ് ഇരിക്കുന്നമ്മയെന്ന് പറഞ്ഞു. നമ്മൾക്കൊരു 3.5 വയസ്സ് എന്തോ ഉള്ളൂ. ആ കുഞ്ഞ് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നപ്പോൾ അവളെനിക്ക് ഭക്ഷണമൊക്കെ തന്നു. അത്രയും പ്രായം അവൾക്കുള്ളൂ. അമ്മ വിഷമിക്കേണ്ട, മാതാവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് രാത്രി എൻ്റെ അമ്മ ഉറങ്ങാൻ കിടന്നപ്പോൾ സ്വപ്നത്തിൽ കാണുകയാണ് ഞങ്ങളുടെ വീടിന് ചുറ്റും 2 വണ്ടി നിറച്ച് കുറേ പട്ടാളക്കാരെ പോലെ ആൾക്കാരെ കൊണ്ട് വീടിന് കാവൽ നിർത്തുന്ന മാതാവ്. അങ്ങനെ ഒരു സ്വപ്നം എൻ്റെ അമ്മ കണ്ടു. അത് കഴിഞ്ഞിട്ട് 28-ാം തീയതിയാണ്, ജനുവരി 28-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. അന്നും ഇതുപോലെ വീട്ടിലെൻ്റെ കുഞ്ഞിന് വയ്യ, വീട്ടിലുള്ളവർക്കൊക്കെ പനി, ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നൊരു സമയത്തിലാണ് ഞാൻ വീണ്ടും വരുന്നത്. അപ്പോൾ ഞാൻ വന്നു, ഉടമ്പടി എടുത്തിട്ട് പോയതിൻ്റെ പിറ്റേന്നായപ്പോഴേക്കും തിങ്കളാഴ്ചയാണ്. പിന്നത് ചൊവ്വാഴ്ച ആയപ്പോഴേക്കും ഇങ്ങനെ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞ് സംസാരങ്ങളായി. അപ്പം ഒരാൾ എഴുതി തരാൻ ഓക്കെയാണ്, അടുത്ത ആൾക്ക് വീണ്ടും എതിർപ്പ് വരുന്നു. അങ്ങനെ ആയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ അവിടെ വന്നു പറഞ്ഞു, ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. ഈ സ്ഥലത്തിൻ്റെ ഈ പൈസ കടങ്ങളൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിറ്റ് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാനങ്ങ് നെഞ്ച് പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട്. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു 2 പാരഗ്രാഫായിട്ട് എഴുതി കാണിച്ചു. ബാക്കിയൊന്നും എനിക്ക് വ്യക്തമല്ല. അതിൽ 72-10-24 എന്നൊരു നമ്പർ എനിക്ക് എഴുതി കാണിച്ചു മാതാവ്. അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് ഞാനത് സ്വപ്നത്തിൽ കണ്ടതിന് ശേഷം പിന്നെ അന്നത്തെ ദിവസം രാത്രി തന്നെ ഞാൻ വേറൊരു സ്വപ്നം കൂടെ കണ്ടു. ഞാൻ ഒരു കുരിശടിയിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ മാതാവിനെ കാണുന്നില്ല. അപ്പം അന്ന്
മാതാവ് ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് എൻ്റെ മനസ്സിൽ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പം വീണ്ടും വേറൊരു ബിൽഡിംഗ് കാണുന്നത്. ആ ഒരു ബിൽഡിങ്ങിലാണെങ്കിലും നമ്മളെ നാട്ടിലുള്ള പോലെ ഒന്നും അല്ല കാണുന്നത്, കൺസ്ട്രക്ഷൻ. അതൊരു പള്ളിയാണ്. അപ്പോൾ അവിടെ സിസ്റ്റർമാരൊക്കെ നിന്നിട്ട് എന്നെ സാക്ഷ്യം പറയാനായിട്ട് എഴുതാനായിട്ട് നിൽക്കുവാണ്. ഒരു സിസ്റ്റർ എഴുതിയെടുക്കുവാണ് ഇങ്ങനെ. അപ്പം എൻ്റെ മോളുടെ പ്രായത്തിൽ എൻ്റെ അനിയൻ അവിടെ കാണുന്നത്. അപ്പം അനിയനോട് ഞാൻ പറയും, നിൽക്കും മോനെ, ഞാൻ സിസ്റ്റർ പറയുന്നത്, ഞാൻ സാക്ഷ്യം പറയുന്നത് പറഞ്ഞിട്ട് വരട്ടെ എന്ന് ഞാൻ അവനോട് സ്വപ്നത്തിൽ പറയുക. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന്, അത് ചൊവ്വാഴ്ചയായിരുന്നു, ബുധൻ വ്യാഴം വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും ഒരു 10-10:30 ഈ പറഞ്ഞ സമയത്തോടടുപ്പിച്ച് എനിക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് പറഞ്ഞു, ഈ സ്ഥലം വിൽക്കുന്നതിന് ആർക്കും തടസ്സമില്ല, തൊട്ട് മുകളിലുള്ള വീട്ടുകാർക്ക് ആ വസ്തു കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അതിന് അഡ്വാൻസ് തരാമെന്നെല്ലാം ഓൾറെഡി സംസാരിച്ചായിരുന്നു. അതിന് ആർക്കും എതിരില്ല. അങ്ങനെ അതിന് അഡ്വാൻസ് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഞങ്ങളിത് കേസ് കൊടുത്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ കേസിൻ്റെ ക്ലിയർ എല്ലാം ആയിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബാലൻസ് പൈസ കിട്ടുള്ളൂ. അതെനിക്ക് ഒരാഴ്ച പോലും ആവുന്നതിന് മുന്നേ മാതാവ് ചെയ്തു തന്നെ. ഇതെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ആ വസ്തു വിറ്റ് അതിൻ്റെ പൈസ ഫുള്ളായിട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ടായിരുന്നു വേറെ. അവിടെ ഞങ്ങൾക്ക് 2 വർഷമായിട്ട് സ്ഥലം വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ, വീട് പണിയൊന്നും നടന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ വെള്ളമൊക്കെ കയറും, മഴയായി കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ടൊന്നും പറ്റത്തില്ല, സ്കൂളിലേക്ക് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, മുട്ടോളം വെള്ളമൊക്കെ, ഭയങ്കര പാടാണ് അവിടെ താമസിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലത്തൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ അതും മാതാവിനോട് പറഞ്ഞപ്പോൾ, ഈ പറഞ്ഞ് അധികം നാളാവുന്നതിന് മുന്നേ തന്നെ, ഒരു 30 ദിവസം ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് ആ സ്ഥലത്ത് വീട് പണി തുടങ്ങാനായിട്ട് പറ്റിയെങ്കിലും കുറച്ചധികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. സ്ഥലം ഞങ്ങൾക്ക് അവിടെ കട്ടള വെക്കുന്നതിന് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പാടുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ പണിക്കാരെ കിട്ടും, ചിലപ്പോൾ അത് പണി നടക്കത്തില്ല. അങ്ങനെ ആശാരിമാരെ ഒന്നും കിട്ടാത്ത അവസ്ഥയൊക്കെ ആയി. അങ്ങനെ തടി അവിടെ കൊണ്ടിട്ടു, അത് അവിടെ മഴയത്ത് കിടന്ന് ചീത്തയാകാനൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവ്, ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് സഹായിക്കാൻ വേറെ ആരുമില്ല ഇങ്ങനെ പറഞ്ഞപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞ്, നീ ഔസേപിതാവിനോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഔസേപിതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയും ചേർന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേന്ന് ദിവസം എൻ്റെ സഹോദരൻ, അവൻ വർക്ക് ചെയ്യും, അങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരു സ്ഥലത്ത് അവരിങ്ങനെ ഒരു കട പോലെ സ്ഥലത്ത് ഈ തടിയൊക്കെ എടുത്തിട്ട് അവർ വീട്ടിലെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ കണ്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ഓക്കെയാണ്, സാധനം അവിടെ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അത് പണിക്ക് വേണ്ടിയിട്ടുള്ള കട്ടളയും കതകും അങ്ങനെയുള്ളതെല്ലാം അവിടെ കൊടുത്ത് ക്ലിയർ ചെയ്ത് കിട്ടാനായിട്ട് പറ്റി. പിന്നെ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറേ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പം ഞങ്ങളവിടെ ഉടമ്പടി വസ്തുക്കളായി ഉപ്പൊക്കെ കൊണ്ടിടും. കിണറ്റിലാണെങ്കിലും പ്രാർത്ഥിച്ച് വെള്ളമില്ലാതിരുന്ന സമയത്ത് ഉപ്പൊക്കെ കൊണ്ടിടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ആ വെള്ളം എടുത്താണ് ഞങ്ങൾ വീട് പണിക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മഴയൊക്കെ കൂടുതലും പണിക്കൊക്കെ ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ മഴയൊക്കെ വരുന്ന സമയമുണ്ട്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് മഴയത്ത് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പണിക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും, നമുക്കും അതുപോലെ പൈസ നഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. ഒന്നിച്ച് മൊത്തത്തിൽ ഒരു കോൺട്രാക്ട് വർക്ക് എടുത്ത് കൊടുക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഉള്ളതുപോലെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും. എത്ര മഴ വന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ ആ മഴ അങ്ങ് മാറും, വെയിലാകും ഞങ്ങളുടെ വീട്ടിലേക്ക്. പിന്നെ പണി നടക്കുന്നതിന് തടസ്സമൊന്നും ഇല്ലാതെ തന്നെ നടക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ സ്ഥലം വിറ്റ സമയത്ത് അച്ഛൻ്റെ സഹോദരി അപ്പച്ചി ഞങ്ങളുടെ സ്ഥലം അവരുടെ സ്ഥലം ഓഹരി എഴുതി തരാമെന്നും പറഞ്ഞിട്ട് ഒരു 1.5 ലക്ഷം രൂപയോളം വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതും തരാതെ കുറച്ച് പാടായിരുന്നു. അത് ഇതിനിടയ്ക്ക് തന്നെ ആ പൈസ ഞങ്ങൾക്ക് തിരികെ കിട്ടി. പിന്നെ ഈ ആധാരം എഴുതുന്ന സമയത്ത് അതിനായിട്ട് ഒരു ബന്ധപ്പെട്ട് എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട്, അവരുടെ പപ്പ പറഞ്ഞിട്ടാണ് ആധാരമൊക്കെ എഴുതാമെന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കിയത്. പക്ഷേ ആ പുള്ളിക്കാരൻ നമ്മളുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടൊന്നും ചെയ്തു തന്നില്ല. ആ പൈസയും കിട്ടാതെ ഞങ്ങൾ 2022 പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തായിരുന്നു. അത് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചത് ആ പൈസ. അത് തിരികെ ഞങ്ങൾക്ക് 140 സംതിങ് ആണ് കിട്ടാനുള്ളത് എമൗണ്ട്. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ മാസം ഞാനിവിടെ സാക്ഷ്യം പറയാൻ വരുന്നതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചൊരു ദിവസം, അന്ന് എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നായിരുന്നു, മാതാവ് എനിക്ക് ആ പൈസയോട് തിരിച്ചു കിട്ടണം, ബാക്കിയെല്ലാം എനിക്ക് ചെയ്തു തന്നു എന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞപ്പോൾ ആ ഒരു കാര്യം കൂടി മാതാവ് ഞാൻ എന്നാണോ വരാൻ ഉദ്ദേശിച്ചത് ആ ദിവസം തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിന് എൻ്റെ സഹോദരൻ ആ പുള്ളിക്കാരനെ കാണാനിടയായി സംസാരിച്ചു. പിന്നെ അതിന് ഒത്തുതീർപ്പിനാവുകയും ചെയ്തു. ആ കൊടുത്തതിനകത്ത് നിന്ന് 1 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിരുന്ന സമയത്തൊക്കെ മാതാവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. കടങ്ങളൊക്കെ തീർക്കാനായിട്ടും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് രോഗങ്ങളുണ്ടാകുന്ന സമയങ്ങളിലും കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങളിവിടുത്തെ ഉടമ്പടി വസ്തുക്കളായ തൈലവും
ഉപ്പുമൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. മരുന്നിനോടൊപ്പം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പലതവണയും പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾക്ക് അതിനൊക്കെ സൗഖ്യം കിട്ടി. ഇപ്പോൾ തന്നെ സാക്ഷ്യം പറയാൻ വരുന്ന സമയത്തൊക്കെ ഈ ഇട കൊണ്ട് എൻ്റെ ഉടമ്പടി തീർന്നിട്ട് എനിക്ക് 1 മാസത്തോളം ആകുന്നു. അപ്പോൾ ആ ഒരു സമയത്തിനകത്ത് ഞാൻ വരാൻ നോക്കുമ്പോഴൊക്കെ അസുഖങ്ങളാണ്. വീട്ടിലുള്ളവർക്കൊക്കെ അസുഖങ്ങളുണ്ടാവും, അമ്മയ്ക്കുണ്ടാവും, എനിക്കുണ്ടാവും. ഇപ്പം തന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുഞ്ഞിന് വയ്യ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചതാണ്. കായംകുളം കഴിയുന്ന ആ സമയം വരെയും, ഞാൻ കൊല്ലത്തുള്ളതാണ്, ആ സ്ഥലം വരെയും എൻ്റെ കുഞ്ഞ് ഛർദ്ദിക്കുമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊന്നും കുഞ്ഞിനൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആൾ വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങ് കണ്ടിന്യൂസ് ഛർദ്ദിൽ. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കയറി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇത്രയേറെ തടസ്സങ്ങളുണ്ടായിരുന്നിട്ടും മാതാവ് ഞങ്ങളുടെ ആ വിശ്വാസത്തെ ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളുടെ മാതാവാണ്. ആ വിശ്വാസത്തെ മാതാവ് ഞങ്ങൾ മാനിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ എന്ത് ആവശ്യങ്ങൾക്കാണെങ്കിലും ഞങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് ഉടമ്പടി തൈലം പൂശിയിട്ട് മാത്രമേ പോകാറുള്ളത്. ആവശ്യങ്ങൾക്ക് മാത്രമല്ല, എവിടെ പോയിരുന്നാലും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. ഞങ്ങൾക്ക് മാതാവില്ലാതെ, ഈശോ ഇല്ലാതെ എങ്ങും പോകാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഞങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് രോഗികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്നെക്കൊണ്ടാവും വിധം, കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ടാവും വിധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകും പോലെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അത് ഞാൻ പോകുന്ന സമയത്ത് ബസ്സിലാണെങ്കിലും കൊടുക്കും. തൊട്ടടുത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നൊക്കെ അവരോട് ചോദിച്ച് സംസാരിച്ച് മനസ്സിലാക്കി എനിക്ക് ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോഴാണെങ്കിലും വീടിന് അടുത്ത പരിസരത്താണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് മാതാവിനെ പറ്റി പറയാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഇത്രയേറെ എന്നെ സഹായിച്ച മാതാവിൻ്റെ അടുത്ത് മറ്റൊരാൾക്ക് പോയാൽ അവരും രക്ഷപ്പെടും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അവരോടെല്ലാം മാതാവിനെ പറ്റി പറയാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ആര് വന്നിരുന്നാലും എൻ്റെ അമ്മയും ഞാനും ഒക്കെ ഞങ്ങൾക്ക് മാതാവ് തന്നതാണ് ഞങ്ങൾക്ക് ആ ഭവനം. വേറെ ആരും ഞങ്ങളെ സഹായിച്ചിട്ടില്ല. ഈശോയും മാതാവും മാത്രമാണ് ഞങ്ങളെ ഇത്രയും വഴി നടത്തിയത്, ഞങ്ങളെ സഹായിച്ചത്. ഞങ്ങൾക്ക് ഉടമ്പടി ഇല്ലാതെ 1 സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അത്രത്തോളം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് 22-ാം അധ്യായം 27-28 തിരുവചനങ്ങൾ. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിൻ്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. ബിൻസി എന്ന മകൾ വളരെ ശക്തമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 34 വർഷമായിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു വലിയ ജീവിത പ്രശ്നത്തെയാണ് വെറും 15 ദിവസത്തിനുള്ളിൽ അമ്മ പരിഹരിച്ചു കൊടുത്തതെന്ന് മകൾ ഏറ്റുപറയുകയാണ്. അവരുടെ ബന്ധുവിൻ്റെ ഒരു അതിക്രമിച്ചെടുത്ത ഇവരുടെ ഭൂമിയിൽ നിന്ന് അവർക്ക് തന്നെ അവരുടെ ആ വീട് വിൽക്കാനോ ആ സ്ഥലം വിൽക്കാനോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനോ സാധിക്കാതെ വന്നപ്പോൾ ഒരു ബന്ധുവിനോട് തന്നെ വഴക്കിടേണ്ടി വരുമോ എന്നുള്ളൊരു വലിയ ആശങ്കയിൽ അവരോട് വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആ ബന്ധുവിൻ്റെ മനപരിവർത്തനം ഉണ്ടാവുകയും ആ സ്ഥലം ഇവരുടെ തന്നെ സ്ഥലം കയ്യേറിയത് ഇവർക്ക് തന്നെ വളരെ സ്നേഹത്തോടും ക്ഷമയോടും കൂടി അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള വലിയ അനുഗ്രഹം അവർക്കുണ്ടായി എന്ന് ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ ഇവരുടെ സ്ഥലം വിൽക്കുവാനും അവരുടെ വീട് പണിയുവാനുമെല്ലാം വളരെ സങ്കടപ്പെട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വപ്നത്തിലൂടെ പരിശുദ്ധ അമ്മ നിങ്ങളുടെ വീട് പണിക്ക് ഞാൻ തന്നെ കാവൽ നിൽക്കും, ഒരു വലിയ പട്ടാളത്തെ തന്നെ പരിശുദ്ധ അമ്മ കാവൽ നിർത്തി ആ വീടിനെ സംരക്ഷിക്കുന്നതായി മകൾക്ക് സ്വപ്ന ദർശനത്തിലൂടെ അറിവ് നൽകുകയും 72-10-24 എന്ന ആ മണിക്കൂറുകൾ കൃത്യമായി കാണിക്കേണ്ട 72 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളാണ്. അതുപോലെ തന്നെ 10 മണിക്കൂറിൽ 10 മണിക്ക് 24 സെക്കൻഡ് ഉള്ളപ്പോഴാണ് അവർക്ക് 24 മിനിറ്റിലാണ് ആ സംഭവം നടക്കുന്നത് തന്നെ. അങ്ങനെ അവരുടെ വീട് പണി റെഡ് അലേർട്ടിൽ പോലും അവർക്ക് കൃത്യമായി പണിത് അവസാനിപ്പിക്കാനായി സാധിച്ചു. പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചു നല്ലൊരു വീട് പണിത് അവർക്ക് കയറി താമസിക്കുവാനുള്ള വലിയ അനുഗ്രഹം നൽകി. അതുപോലെ തന്നെ ഇവർ പല തവണകളായി പലർക്കും പൈസ കടന്നും കൊടുത്ത് തിരിച്ചു വരാതെയപ്പോൾ ഇവർക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല. പരിശുദ്ധ അമ്മയാണ് എൻ്റെ അമ്മയും എൻ്റെ ആശ്രയവും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിച്ചപ്പോഴെല്ലാം ഇവരുടെ ആ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈശോ കേൾക്കുകയും സമയാസമയങ്ങളിൽ ഉടമ്പടിയുടെ ഉറപ്പിൽ ഇവർക്ക് എപ്പോഴും ഈശോ ഇവർക്ക് അനുഗ്രഹം പ്രാപിച്ചു കൊടുക്കുകയും ചെയ്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. നമ്മുടെ എല്ലാ കണ്ണുനീരിനെയും സങ്കടങ്ങളെയും ജീവിത പ്രതിസന്ധികളെയും എല്ലാ ജീവിത തകർച്ചകളെയും ബന്ധങ്ങളെയും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ബിൻസിയുടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.